രൂപ അവസാനം ഓണറേറിയം വാങ്ങിയാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ആ സമയം മുതൽ ഈ സമയം വരെ എനിക്ക് കിട്ടുന്ന ഞാനടച്ച ഓണർ ക്ഷേമനിധിയുടെ പെൻഷനും കൂടി ജോലി ചെയ്യുമ്പോൾ മക്കളും മരുമക്കളും കൂടി ജോലി ചെയ്യുന്ന അവസരത്തിൽ തികയാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് 2500 രൂപ നമ്മളടച്ച പൈസ അതാണ് ആലോചിക്കേണ്ടത്, അതിൽ നിന്ന് നമുക്ക് തരുന്നത്. ആ ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ചോദിക്കേണ്ടായി, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാരെന്ന് പറയുമ്പോൾ സ്ത്രീകളാണല്ലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ സംസാരിക്കേണ്ടവരാണ്. കുറെ ആളുകളുടെ പ്രസംഗവും കാര്യങ്ങളുടെ വിശദീകരണവും ഒക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇപ്പൊ തന്നെ 1 മണിക്കൂർ വൈകിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖദീജ, നമ്മുടെ വനിതാ ലീഗിന്റെ നേതാവ് ഖദീജയുടെ മക്കൾ വരച്ച ഒരു പടം, പ്രിയപ്പെട്ട നജീബ് സാഹിബിന്റെ ഒരു ചിത്രം അവർ വരച്ചിട്ടുണ്ട്. അതിവിടെ വെച്ച് അദ്ദേഹത്തിന് സമർപ്പിക്കും. ഫാത്തിമത്ത് റാഷിദ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നജീബ് സാഹിബിന് വോട്ട് അഭ്യർത്ഥിച്ചു. കുഞ്ഞാണിക്ക പറഞ്ഞ പിന്നെ ഇതുവരെ എടുക്കാത്തതിന്റെ കാരണം കുഞ്ഞാണിക്ക പറഞ്ഞു അല്ലേ? ആരായിരുന്നു മെമ്പർ നിങ്ങൾക്ക്? പ്രിയപ്പെട്ട എന്റെ ഉമ്മമാർ, സഹോദരിമാർ, സ്നേഹത്തികളായ എന്റെ കുട്ടികൾ, ഈ നാട്ടിലെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയിട്ടുള്ള എന്റെ യുവാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും സ്കൂൾ കുട്ടികളെ, നമ്മൾ ഫുള്ള് തെരഞ്ഞെടുപ്പല്ലേ, ഒരാഴ്ച നമുക്ക് അടിപൊളിയാക്കണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റിയായി കണ്ടത് ഈ കുട്ടികളെയാണ്. അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. അവർ വളർന്നു വരുന്ന ഒരു നാട് എങ്ങനെയായിരിക്കണമെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത്. അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉയരങ്ങളുടെ പരമാവധി ഒരു IAS-കാരനാവുക, IAS-കാരിയാവുക എന്നതാണ്. അവർക്ക് തുടങ്ങാനുള്ള വേദി LP സ്കൂളാണ്. LP സ്കൂൾ മുതൽ IAS വരെ അവർക്ക് വഴിനീളെ നടക്കേണ്ട വഴിയൊരുക്കി വെട്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നത് എൻ്റെ അഭിമാനമായി ഞാൻ കാണുന്നു. അടുത്ത 5 വർഷം എന്താണ് നമ്മുടെ പ്രോജക്റ്റ്? അത് ഉത്സവ കാര്യക്രമങ്ങളുടെ പരാമർശിച്ചിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ പോലെ പ്രധാനമാണ് നമ്മുടെ വനിതകൾ, അല്ലേ? നിങ്ങളെ കയ്യിലൊക്കെ ചെറിയൊരു പൈസ വരണ്ടേ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റ് അടുത്ത 5 വർഷത്തിനകം 10,000 സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി 100 സംരംഭങ്ങൾ നമ്മൾ ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ സംരംഭകരുണ്ടല്ലോ. ചെറിയ പരിപാടികളിൽ നിന്ന് വലിയ പരിപാടികളിലേക്ക് കൊണ്ടുപോകാവുന്ന 100 പേർക്കെങ്കിലും ജോലി കൊടുക്കാവുന്ന പ്രോജക്റ്റുകൾ നമുക്കുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ നിശ്ചയിച്ചത് IIM കോഴിക്കോടിന്റെ പ്രൊഫസറും അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിട്ടുള്ള സജി ഗോപിനാഥ് സാറിനെയാണ്. അദ്ദേഹത്തിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടന്നു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 100-ലേറെ സീറ്റിന്റെ ഫലത്തിലായി നാളെ കരിങ്കലക്കാണിയിൽ വൈകുന്നേരം 4 മണിക്ക് എത്തിച്ചേരുന്നുണ്ട്.
നമുക്ക് എല്ലാവർക്കും അവിടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്ക്. ഈ മനുഷ്യൻ കഴിഞ്ഞ 5 കൊല്ലം ഒന്ന് നെട്ടോട്ടമോടിയത് 24/7 രാവും പകലില്ലാതെ ഓടിയത് പെരിന്തൽമണ്ണക്ക് വേണ്ടിയ ആ ഓട്ടത്തിനിടയിൽ ആ വിനയത്തിന്റെ ആരൂപമാണ്. അഹങ്കാരമില്ലാത്ത MLA, ചാടയില്ലാത്ത ഒരു നേതാവ്, ആരോടും തലക്കനത്തായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. പറയണം, നമ്മുടെ വെക്കേഷൻ ടൈമാണ്, അവർ വിരുന്നു പോയിക്കോട്ടെ, പക്ഷെ 9-ാം തീയതി അവർ കാലത്ത് തിരിച്ചെത്തണം. കരിങ്കലത്താണേക്ക് പോവുകയാണ്. കരിങ്കലത്താണ് ഈ VD സതീശൻ സാറിന്റെ നേതൃത്വത്തിലുള്ള പൊതുസമ്മേളനം നടത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോണിയടയാളത്തിൽ നജീബ് കാന്തപുരം സാഹിബിന് നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നിങ്ങൾക്ക് പറഞ്ഞു നാളത്തെ പൊതുയോഗത്തിലും ബൈക്ക് റാലിയിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് യൂഡി. നമ്മളെല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിലും വരാൻ പോകുന്ന നിർണായകമായ ദിവസങ്ങളിൽ ബഹുമാന്യനായ നമ്മുടെ സ്ഥാനാർത്ഥി മറ്റൊരു സന്തോഷകാര്യം കൂടി നിങ്ങളെ എല്ലാവരെയും അറിയിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അച്ചിപ്പ ഇന്ന് മുസ്ലിം ലീഗിലേക്ക് കടന്നു വരികയാണ്. അച്ചിപ്പാക്ക് ഈ ഒരു സന്തോഷദായകമായ സമയത്ത് ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി കൂടി നമ്മുടെ MLA പ്രിയങ്കരനായ നജീബ് കാന്തപുരത്തെ ക്ഷണിച്ചുകൊള്ളുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നിയോജക മണ്ഡലം ചെയർമാനും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാർ, പഞ്ചായത്ത് തലത്തിലുള്ള ചെയർമാൻ, കൺവീനർമാർ എല്ലാവരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ നമ്മളോട് സംസാരിക്കേണ്ടതുണ്ട്. അതിന് സമയം അനുവദിക്കുന്നില്ല. ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മുടെ ഈ പര്യടന പരിപാടി വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ വൈകുന്നേരം 4 മണിക്ക് പ്രിയങ്കരനായ VD സതീശൻ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കരിങ്കല്ലത്താണിയിൽ പ്രസംഗിക്കും. നമ്മളെല്ലാവരും നാളെ അവിടെ എത്തേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി ഹാരാർപ്പണത്തിന് വേണ്ടി ഫിറോസിനെ ക്ഷണിച്ചോളൂ. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നജീബ് കാന്തപുരം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ആനയിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണവന്മാരും സ്ത്രീകളും ഒക്കെ പരിപാടിക്കായി 4:30 മണിക്ക് തന്നെ കരിങ്കല്ലത്താണിയിൽ എത്തിച്ചേരുക. ബൈക്ക് എല്ലാവരും എടുക്കണം. വില്ലേജ് ഓഫീസിന്റെ അടുത്തേക്ക് എല്ലാ ചെറുപ്പക്കാരും ബൈക്കുമായി എത്തിക്കാൻ വളരെ വലിയൊരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. അങ്ങനത്തെ ഈ UDF സ്ഥാനാർത്ഥിയെ വജ്ര ഭൂരിപക്ഷത്തോടുകൂടെ നിങ്ങൾ തെരഞ്ഞെടുക്കണമേ എന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് UDF. നിങ്ങൾക്ക് നന്ദി. വൈകുന്നേരം 4 മണിക്കാണ് അദ്ദേഹത്തെയും നമ്മുടെ സ്ഥാനാർത്ഥിയെയും നമ്മൾ കരിങ്കല്ലത്താണിയിലേക്ക് സ്വീകരിക്കുന്നത്. ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ എത്തിച്ചേരും. ആ പരിപാടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ കുട്ടികൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ ആഘോഷമാക്കി മാറ്റുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാർ, വളരെ വിശദമായി തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ എന്ത് ചെയ്തുവെന്നും ഇനിയുള്ള 5 വർഷക്കാലം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും കൃത്യമായി എന്റെ നേതാക്കന്മാർ ഇവിടെ വിശദീകരിക്കേണ്ടായി. എനിക്ക് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൽ പോരാട്ടമാണ് അതിന്റെ തുടർച്ചയെന്നോണം നമ്മുടെ പോർക്കാടി മേഖലയിൽ ഏറ്റവും നല്ല പ്രവർത്തനം നിങ്ങൾ വരുന്ന ഒരാഴ്ചക്കാലം എല്ലാം പഠിക്കാൻ പോയ കുട്ടികളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. കല്യാണം
വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏപ്രിൽ മാസം 9-ാം തീയതി പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 10 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ നേതാവ് മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയായ KSRTC യാത്ര നമ്മുടെ പ്രവർത്തകന്മാർ പിരിച്ച് അങ്ങനെയൊക്കെയാണ് ആളുകളെ സഹായിക്കാറുള്ളത്. അതിനൊരു മോചനം എന്നുള്ള നിലക്കാണ് ബഹുമാനനായ ഉമ്മൻചാണ്ടി ൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ബഹുമാന്യരായിട്ടുള്ള ഉമ്മ പെങ്ങന്മാർ, സ്നേഹമുള്ള കുട്ടികളെ, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ഒരുമിച്ച് ചെയ്ത വലിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രത്യേകമായി വരുന്നത് വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികളെ കൈപിടിച്ചു ഉയർത്താനാണ് ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ശ്രമിച്ചത്. ഞാൻ ഈ പോട്ടാളിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടുകാരെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയൊരു നേട്ടം, IAS അക്കാഡമിയുടെ ഒരു വലിയ നേട്ടം നമുക്ക് സാധിക്കുമായിരുന്നില്ല എന്ന ആശങ്ക എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നിർലോഭമായ പിന്തുണ, ഏറ്റവും വലിയ ശക്തിയും സ്വപ്നവും ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത് ഞങ്ങളെക്കാൾ ഉയരത്തിൽ ഞങ്ങളുടെ മക്കൾ എത്തണം എന്നാണ്. ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതെല്ലാം ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് കഴിയണമെന്നാണ്. വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ഖാലിദ് മാസ്റ്റർ അവരുടെ ബഹുമാനായ നജീബ് കാന്തപുരം അവർ നമ്മുടെ സ്ഥാനാർത്ഥി ഷാളണിച്ച് ഹാരമർപ്പണം നടത്തുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന് നാളെയുള്ള VD സതീശൻ അവരുടെ പരിപാടി എല്ലാവർക്കും അറിയാം. 4:30 മണിക്ക് നമ്മുടെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും MSFിന്റെയും പ്രവർത്തകർ 4:30 മണിക്ക്